Welcome to my channel. Now we are going to discuss about adjustment for reserves and profit and loss account balance during the time of admission of a partner. ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള ജനറൽ റിസർവ് അല്ലെങ്കിൽ റിസർവ് ഫണ്ട് അല്ലെങ്കിൽ റിസർവ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസ്, അതായത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റ് ആണ്. ആ എമൗണ്ട് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള ജേണൽ എൻട്രിയാണ് റിസർവ് അക്കൗണ്ട് ഡേറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് തന്നിരിക്കുന്നതെങ്കിൽ അത് ലോസ് ആണ്. ലോസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ജേണൽ എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എ, ബി ആൻഡ് സി ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ഇൻ എ ഫോം. ബി ഡിസൈഡ്സ് ടു റിട്ടയർ ഫ്രം ദി ഫോം. റൈറ്റ് ദി ജേണൽ എൻട്രി ഫോർ ദി ഫോളോയിങ്. ഇപ്പൊ റിട്ടയർമെന്റിന്റെ സമയത്താണെങ്കിലും അതുപോലെ തന്നെ അഡ്മിഷന്റെ സമയത്താണെങ്കിലും നമ്മൾ ഈ ജനറൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യും. അഡ്മിഷന്റെ സമയത്താണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിന് അത് ട്രാൻസ്ഫർ ചെയ്യും. അതേസമയം ഇപ്പോൾ റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിന്റെ സമയത്താണെങ്കിൽ ഓൾ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിലേക്കാണ് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്? എ, ബി ആൻഡ് സി ആണ് പാർട്ട്നേഴ്സ്. അപ്പോൾ റിസർവ് 3000 തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ബി ആണ് റിട്ടയർ ചെയ്യുന്നത്. പക്ഷെ നമുക്ക്, അതായത് ബിയും കൂടി ചേർന്ന് ഏൺ ചെയ്ത പ്രോഫിറ്റ് അതുപോലെ തന്നെ റിസർവ് ആണത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ ക്യാപിറ്റലിലേക്കും ഇത് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അതിനുള്ള ജേണൽ എൻട്രി വരുന്നത് നേരത്തെ നമ്മൾ കണ്ടു. റിസർവ് അക്കൗണ്ട് ഡെറ്റർ ജേണൽ എൻട്രി നോക്കാം. ഫസ്റ്റ് റിസർവ് അക്കൗണ്ട് ഡെറ്റർ to A's capital to B's capital to C's capital. 3 പേർക്ക് നമുക്കത് വീതിച്ചു കൊടുക്കണം. അപ്പൊ റിസർവിന്റെ എമൗണ്ട് എത്രയാണുള്ളത്? 3000 ആണ്. ഈ 3000നെയാണ് നമ്മൾ വീതിച്ചു കൊടുക്കാവുന്നത്. ഇപ്പൊ റിസർവിന്റെ നേരെ നമ്മൾ 3000 എന്ന് എഴുതി. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ, ബി ആൻഡ് സി ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. അപ്പൊ ഈക്വൽ പാർട്ട്നേഴ്സ് ആകുമ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ട് വിധിച്ചു കൊടുക്കണം. അപ്പൊ 3000 ഇൻറ്റു 1/3. അപ്പൊ നമുക്ക് 1000 എന്ന് കിട്ടും. അപ്പൊ എക്ക് 1000, ബിയുടെ നേരെ നമ്മൾ 1000 എന്ന് എഴുതി. അതുപോലെ തന്നെ സിക്കും 1000 കിട്ടും. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ബി പറഞ്ഞിരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കിവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ലോസ് ആണ് 6000. ഈ ലോസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഇത് വീതിച്ചു കൊടുക്കണം. ഇതിനുള്ള ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് വരുന്നത്, ലോസ് ആയതുകൊണ്ട്. അപ്പൊ നമുക്കിനി ആ എൻട്രി എഴുതാം. ആരൊക്കെയാണ് നമ്മുടെ പാർട്ട്നേഴ്സ്? എ, ബി ആൻഡ് സി ആണ്. അപ്പൊ നമുക്ക് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ ജേണൽ എൻട്രി വരുന്നത് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ ബി's ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ C's capital account debtor
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് 6000 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് 6000 ആണ്. ഇതിനെ ഈക്വൽ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ 2000, അതുപോലെ തന്നെ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ 2000, സിക്കും 2000. ബേസ് ക്യാപിറ്റൽ ഡേറ്റർ 2000, ബീസ് ക്യാപിറ്റൽ ഡേറ്റർ 2000, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ 2000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6000 എന്ന് കിട്ടും. അടുത്തൊരു പ്രോബ്ലം നോക്കാം. അഡ്മിഷന്റെ സമയത്ത് ഇതുപോലെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യാന്നുള്ളത് ഇനി നമുക്ക് നോക്കാം.